ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്നും സൗത്ത് കൊറിയയിലെ മുവാനിലേക്ക് പുറപ്പെട്ട ജെജു എയർലൈൻസിന്റെ ബോയിങ് 737-800 വിമാനം ലാൻഡിങ്ങിനിടെ തകർന്നു വീഴുകയും ഈ വിമാനത്തിലുണ്ടായിരുന്ന 179 യാത്രക്കാർ മരണപ്പെടുകയും ചെയ്തു. ആഫ്റ്റ് ക്യാബിനിലിരുന്ന, അതായത് ടെയിൽ സെക്ഷനിലിരുന്ന 2 ക്രൂ മെമ്പേഴ്സ് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് ബാങ്കോക്കിൽ നിന്നുമാണ്. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ക്യാപ്റ്റൻസോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സോ കാര്യമായിട്ടുള്ള ടെക്നിക്കൽ പ്രോബ്ലംസ് ഒന്നും തന്നെ വിമാനത്തിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ടേക്ക് ഓഫ് ചെയ്ത വിമാനം മുവാനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനിടയ്ക്കാണ് കുറച്ച് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഏകദേശം 8 മണി കഴിഞ്ഞ് 57 ആയപ്പോഴാണ്, സൗത്ത് കൊറിയൻ ടൈമാണ് പറയുന്നത്. ഈ സമയത്താണ് സൗത്ത് കൊറിയയിലെ മുവാൻ ATC ബേർഡ് സ്ട്രൈക്ക് അഡ്വൈസറി ഇഷ്യൂ ചെയ്യുന്നത്. ബേർഡ് സ്ട്രൈക്ക് ഒരുപാട് ഉണ്ടാകുന്നൊരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു എയർപോർട്ട് തന്നെയാണ് മുവാൻ. സൗത്ത് കൊറിയയിലെ എയർപോർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുവാൻ എയർപോർട്ടിൻ്റെ പരിസരത്താണ് ഏറ്റവും കൂടുതൽ ബേർഡ് സ്ട്രൈക്കിൻ്റെ റേറ്റ് ഉള്ളത്. എങ്കിൽ പോലും കാര്യമായിട്ടുള്ള അപകടങ്ങളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു അപകടമാണ് സൗത്ത് കൊറിയയിൽ തന്നെ നടക്കുന്ന ഏറ്റവും വലിയ വിമാന അപകടം. 2024ലെയും ഏറ്റവും വലിയ വിമാനം അപകടം ഇത് തന്നെയാണ്. അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അഡ്വൈസറി ഇഷ്യൂ ചെയ്ത് ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പൈലറ്റ്സ് മെയ്ഡേ കോൾ ഇഷ്യൂ ചെയ്യുന്നത് ATCയിലേക്ക്. ഈ മെയ്ഡേ കോളിൻ്റെ അർത്ഥം തന്നെ എമർജൻസി ആണ് എന്നുള്ളത് തന്നെയാണ്. ഈ മെയ്ഡേ കോളിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. ഈ മെയ്ഡേ കോൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ അടുത്തതായിട്ട് ഒരു കോളിൽ പറഞ്ഞത് ബേർഡ് സ്ട്രൈക്ക് ആണ്, നമ്മൾ ഗോ അറൗണ്ട് ചെയ്യുകയാണ് എന്നാണ്. അങ്ങനെ ഗോ അറൗണ്ട് പോവുകയാണ് എന്ന് പൈലറ്റ്സ് ATC ഇൻഫോം ചെയ്യുകയും അവർക്ക് ATC ആദ്യം നോർമലായിട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് കൊടുത്തിരുന്ന റൺവേ 01 നിന്നും റൺവേ നമ്പർ 19ലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള അനുമതി ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ATCയിൽ നിന്നും ATCക്ക് മനസ്സിലായത് എമർജൻസിയാണ്. എന്ത് തന്നെയായാലും അവർക്ക് റൺവേ നമ്പർ 19 ആണ് ATC ആ സമയത്ത് അപ്രൂവ് ചെയ്ത് കൊടുത്തത്. ആ ഒരു റൺവേയിലേക്ക് ലാൻഡ് ചെയ്തോളാൻ പറയുകയും ചെയ്തു. ഒരു സിംഗിൾ റൺവേ മാത്രമാണ് മുവാൻ എയർപോർട്ടിലുള്ളത്. അതിൻ്റെ 2 സൈഡുമായിട്ട് 2 നമ്പറും കൊടുത്തിരിക്കുന്നതാണ് റൺവേക്ക്. ഒന്ന് 01, ഒന്ന് 19. അങ്ങനെ 19ലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി വരികയാണ് ജെജു എയർലൈൻസിൻ്റെ ബോയിങ് 737-800 വിമാനം. ഇത് ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ എയർക്രാഫ്റ്റിൻ്റെ ലാൻഡിംഗ് ഗിയർ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നില്ല, ഫ്ലാപ്സ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്കറിയാം. ഒരുപാട് ഇതിൻ്റെ വീഡിയോസ് സോഷ്യൽ മീഡിയയിലൂടെയും ന്യൂസിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇത് ലാൻഡിംഗ് ഗിയർ ഒന്നും എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ലാൻഡിംഗ് ഗിയർ എക്സ്റ്റെൻഡ് ചെയ്യാതെ ഏകദേശം 2800 മീറ്റർ നീളമുള്ള റൺവേയുടെ 1200 മീറ്ററിൽ വന്നിട്ടാണ് ഈ എയർക്രാഫ്റ്റ് ടച്ച് ഡൗൺ ചെയ്യുന്നത്. ഈ ടച്ച് ഡൗൺ ചെയ്യുന്നത് തന്നെയാണെന്നുണ്ടെങ്കിലും ബെല്ലി ലാൻഡിംഗ് ആണ് ചെയ്യുന്നത്. ലാൻഡിംഗ് ഗിയർ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പുറകിലത്തെയും മുമ്പിലത്തെയും ലാൻഡിംഗ് ഗിയർ ആ സമയത്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബെല്ലി ലാൻഡിംഗ് ചെയ്ത എയർക്രാഫ്റ്റ് വളരെ സ്പീഡിൽ മുന്നിലേക്ക് പോവുകയും തൊട്ട് മുന്നിലുണ്ടായിരുന്ന ഒരു കോൺക്രീറ്റ് ബാരിയറിൽ ചെന്നിടിക്കുകയുമായിരുന്നു. ഈ കോൺക്രീറ്റ് ബാരിയറിന് മുകളിലുണ്ടായിരുന്നത് ILS ആന്റണിയാണ്, ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റത്തിന്റെ ആന്റണിയാണ്. അങ്ങനെ ഈ ഒരു ഇടിയുടെ ആഘാതത്തിൽ ആ വിമാനത്തിന് പെട്ടെന്ന് തീ പിടിക്കുകയും ആ വിമാനം വളരെ പെട്ടെന്ന് കത്തിയമരുകയുമാണ് ചെയ്തത്. ഈ വിമാനത്തിൻ്റെ തീ പിടിക്കാത്ത ഒരേ ഒരു ചെറിയ പോർഷൻ ടെയിൽ ഭാഗം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ടെയിൽ ഭാഗത്തിരുന്ന 2 ക്രൂ മെമ്പേഴ്സ് മാത്രം യാതൊരു സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസും കൂടാതെ രക്ഷപ്പെടുകയും ചെയ്തത്. ഈ അപകടം ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബേർഡ് സ്ട്രൈക്ക് ആണ് എന്നുള്ള ഒരു ATCയുടെ ഇൻഫർമേഷൻ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഏവിയേഷൻ എക്സ്പേർട്സിൻ്റെ അഭിപ്രായത്തിൽ ഈ റൺവേയുടെ അവസാനത്ത് ഘടിപ്പിച്ചിരുന്ന ഈ ഒരു കോൺക്രീറ്റ് ബാരിയർ ആണ് ഈ വിമാനത്തിന് ഇത്രയും അപകടം ഉണ്ടാകാനുള്ള കാരണം എന്നാണ് പറയുന്നത്. കാരണം ഒരു ILS ആന്റിന ഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കോൺക്രീറ്റ് ബാരിയറിൻ്റെ ആവശ്യമില്ല. അതിന് ഏകദേശം 2 മീറ്ററോളം വരുന്ന, അത്രയും ഉയരം വരുന്ന ഒരു കോൺക്രീറ്റ് ബാരിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഏവിയേഷൻ എക്സ്പേർട്സ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എയർക്രാഫ്റ്റിൽ ബേർഡ് സ്ട്രൈക്ക് ഉണ്ടായെങ്കിൽ പോലും എത്ര എൻജിൻസിന് കേടുപാട് സംഭവിച്ചു എന്ന് ഇതുവരെയും അറിയാനായിട്ടില്ല. ചിലപ്പോൾ ഒരു എൻജിനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 2 എൻജിൻസും തകർന്നിരിക്കാം. ഈ 2 എൻജിൻസിൻ്റെയും എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പവർ നഷ്ടപ്പെട്ടിരുന്നു എങ്കിൽ ഹൈഡ്രോളിക്സിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ചിലപ്പോൾ എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ എക്സ്റ്റെൻഡ് ചെയ്യാതെ താഴേക്ക് വന്നത് എന്നാണ് ഏവിയേഷൻ എക്സ്പേർട്സ് പറയുന്നത്. ഈ ലാൻഡിംഗ് ഗിയർ എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും എയർക്രാഫ്റ്റിന് ഗ്ലൈഡ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ് കൂടുതൽ ലഭിക്കുകയും ചിലപ്പോൾ അതായിരിക്കും ക്യാപ്റ്റൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അദ്ദേഹം വന്നത്. എങ്കിൽ പോലും ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് ഇഫക്റ്റ് കൂടുതലായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഏകദേശം റൺവേയുടെ ഒരുപാട് ദൂരം കഴിഞ്ഞിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ ആ ഒരു അത്രയും ദൂരം അദ്ദേഹം യൂസ് ചെയ്തത്. ഈ റൺവേയുടെ ആദ്യമേ തന്നെ ലാൻഡ് ചെയ്തിരുന്നെങ്കിൽ, ആ ടച്ച് ഡൗൺ പോയിന്റിൽ ലാൻഡ് ചെയ്തിരുന്നെങ്കിൽ
ഒരു പക്ഷേ ഈ എയർക്രാഫ്റ്റിന് ഈ ഒരു അപകടം ഉണ്ടാകാതെ ക്യാപ്റ്റന് രക്ഷിക്കാൻ സാധിക്കുമായിരുന്നിരിക്കാം. എങ്കിൽ പോലും ഈ ഒരു കോൺക്രീറ്റ് ബാരിയർ എന്ന് പറയുന്നത് വലിയൊരു ഘടകം തന്നെയാണ്. ആ കോൺക്രീറ്റ് ബാരിയർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എയർക്രാഫ്റ്റിന് ഇത്രയും അപകടം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഏവിയേഷൻ എക്സ്പേർട്സ് പറയുന്നത്. ഇനി 2 എഞ്ചിനും പ്രശ്നമുണ്ടായിരുന്നോ എന്ന് തീർച്ചയായിട്ടും അറിയില്ല. കാരണം 2 എഞ്ചിനും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ക്യാപ്റ്റൻ ശ്രമിക്കുന്നത്. അതിന് പകരം അദ്ദേഹം ആദ്യം പറഞ്ഞത് മേഡേ കോൾ കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞത് ബേർഡ് സ്ട്രൈക്ക് ആണ്, ഗോ അറൗണ്ട് ചെയ്യുകയാണെന്നാണ്. ഈ ഗോ അറൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം കുറച്ചും കൂടെ എന്താ ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ള ആ ഒരു സമയം കിട്ടുന്നതിന് വേണ്ടിയായിരിക്കും അദ്ദേഹം ഒരു ഗോ അറൗണ്ട് പറഞ്ഞത് എന്നും ഏവിയേഷൻ എക്സ്പേർട്സ് പറയുന്നുണ്ട്. എന്തായാലും ഈ അപകടത്തിന്റെ പ്രധാന കാരണം ബേർഡ് സ്ട്രൈക്ക് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന് വേറെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള തകരാറുകൾ ഉണ്ടോ, പ്രത്യേകിച്ചും ബോയിങ്ങിന്റെ വിമാനമാണ്, അതുകൊണ്ട് വേറെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള തകരാറുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോയിങ്ങും കൂടെ ഈ ഒരു അന്വേഷണത്തിൽ പങ്കുചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ഈ എയർക്രാഫ്റ്റിന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഈ എയർക്രാഫ്റ്റിന്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ അവർക്ക് പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് മിസ്സിംഗ് ആണ് എന്നുള്ള റിപ്പോർട്ട്സാണ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഡേറ്റ അവർക്ക് അതിൽ നിന്ന് ശേഖരിക്കാൻ സാധിക്കും എന്നറിയില്ല. പിന്നെ ഈ ഒരു അപകടം നടന്ന സമയത്ത് പുറത്തു വന്നിരുന്ന ഒരു വാർത്തയായിരുന്നു ഇത് ബോയിങ് 737 മാക്സ് വിമാനമാണെന്നുള്ളത്. ഇത് ബോയിങ് 737 മാക്സ് വിമാനമല്ല, ബോയിങ്ങിൻ്റെ 737-800 വിമാനമാണ്. ആ ഒരു കൺഫ്യൂഷൻ ആദ്യമേ തന്നെ ന്യൂസ് ചാനൽസ് ഒക്കെ പുറത്തു വിട്ടിരുന്നു. പക്ഷേ ഇത് മാക്സ് വിമാനമല്ല, ബോയിങ്ങിൻ്റെ 737-800 വിമാനമാണ്. അപ്പോൾ സൗത്ത് കൊറിയയിൽ വെച്ച് നടന്ന ഏറ്റവും വലിയൊരു വിമാന അപകടം ആയതുകൊണ്ട് തന്നെ സൗത്ത് കൊറിയൻ ഗവൺമെൻറ്റും വളരെ കർശനമായിട്ട് അവരുടെ എല്ലാ എയർക്രാഫ്റ്റിൻ്റെയും ഒന്നുകൂടെ എല്ലാ മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം തന്നെ റെക്കോർഡ്സ് പരിശോധിക്കാൻ വേണ്ടി ഏവിയേഷൻ എക്സ്പേർട്സിനോടും അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പല എയർപോർട്ടുകളും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ റൺവേ തീരുന്ന സ്ഥലത്ത് അവർ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മടി ഏരിയ ആയിരിക്കും. അതായത് എയർക്രാഫ്റ്റ് ഇപ്പോൾ സ്കിഡ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ പോലും അതിനവിടെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി അത് ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഈ എയർപോർട്ടിൽ യാതൊരു രീതിയിലുള്ള അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് പകരം കറക്റ്റ് റൺവേ തീരുന്ന സ്ഥലത്ത് ഒരു കോൺക്രീറ്റ് ബാരിയറാണ് കൊണ്ട് നിർമ്മിച്ചിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് പ്രധാനമായിട്ടും ഈ എയർക്രാഫ്റ്റ് കത്തുപിടിക്കാനുള്ള കാരണം. ചിലപ്പോൾ ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ ആ ഒരു അപകടത്തിൽ നിന്നും എയർക്രാഫ്റ്റിനെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും ലാൻഡിംഗ് ഗിയർ ഒന്നും എക്സ്റ്റെൻഡ് ചെയ്യാതെ ക്യാപ്റ്റൻ അത് ചിലപ്പോൾ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്തതും വലിയ കുഴപ്പമില്ലാതെ ലാൻഡ് ചെയ്തിരുന്നു, ബെല്ലി ലാൻഡിങ് ആണെങ്കിൽ പോലും. പക്ഷേ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ പെട്ടെന്ന് തന്നെ ഓവർറൺ ആയി പോവുകയും എയർക്രാഫ്റ്റ് ഈ ഒരു കോൺക്രീറ്റ് ബാരിയറിൽ ചെന്ന് ഇടിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് തീ പിടിക്കുകയും ഇത്രയും യാത്രക്കാർക്ക് 179 യാത്രക്കാർക്ക് അവിടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്ത് വരുന്നതനുസരിച്ച് അതിൻ്റെ പറ്റിയുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇപ്പോൾ ജെജു എയർലൈൻസിൻ്റെ അപകടത്തെ പറ്റി വന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.